കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ കോർപ്പറേഷൻ ഓഫീസിൽ ഇരച്ചുകയറി യൂത്ത് ലീഗ് പ്രതിഷേധം. ഡെപ്യൂട്ടി മേയറുടെ ഓഫീസ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. ഡെപ്യൂട്ടി മേയർ ജനങ്ങളെ ചതിക്കുകയാണെന്നും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കോട്ടയം നഗരസഭയിലെ 3 കോടിയുടെ പെൻഷൻ തട്ടിപ്പ് വിവാദത്തെ തുടർന്ന് ചെയർപേഴ്സണിനും വൈസ് ചെയർമാനുമെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. ക്വാറം തികയാത്തതിനെ തുടർന്നാണ് അവിശ്വാസം പരാജയപ്പെട്ടത്. ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, വൈസ് ചെയർമാൻ ബി ഗോപകുമാർ എന്നിവർക്കെതിരായ അവിശ്വാസ പ്രമേയമാണ് ക്വാറം തികയാത്തതിനെ തുടർന്ന് പരാജയപ്പെട്ടത്. 22 അംഗങ്ങളുള്ള LDFന്റെ പ്രമേയം ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ ചർച്ചയ്ക്കെടുക്കാൻ പോലും കഴിഞ്ഞില്ല. ക്വാറം തികയണമെങ്കിൽ 26 പേർ ഹാജരാകണം. അവിശ്വാസം പാസാകാൻ 27 പേരുടെ പിന്തുണയും ആവശ്യമാണ്. നിലവിൽ 52 അംഗ സമിതിയാണ് നഗരസഭയിലുള്ളത്. ഇതിൽ BJPക്ക് 8 അംഗങ്ങളാണുള്ളത്. BJPയുടെ പിന്തുണ പരസ്യമായി തന്നെ CPIM നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും BJP അംഗങ്ങൾ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. BJPയെ കൂടാതെ യോഗത്തിൽ നിന്ന് UDF അംഗങ്ങളും വിട്ടുനിന്നു. അതേസമയം അഴിമതിക്കെതിരെ സമരം നടത്തിയ BJP UDFനൊപ്പം ചേർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ ആരോപിച്ചു. രൂപ പോയി എന്ന് പറയുവാൻ പോലും കഴിവില്ലാത്ത ഭരണാധികാരികളാ. 2 വർഷത്തെ രേഖകൾ ഇവിടെ തപ്പിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് എത്ര രൂപ പോയി ഇവർക്കറിയില്ല? പോലീസാണോ കണ്ടുപിടിക്കേണ്ടത്? പോലീസിന് കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണാധികാരികൾക്കാ ഉള്ളത്. അത് അവർ നേരാവണ്ണം ചെയ്യട്ടെ. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.